ഇതാണ് സാധനം കാണാൻ ഇങ്ങനെ 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 ഇമ്മ ഓട്ടിക്കളിക്കുമ്പോ ആരെയും വരുന്ന ഇന്ന് രാവിലെ നോക്കിയപ്പോ ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ പൊടിഞ്ഞ് കഴിച്ചു അപ്പളേ എനിക്ക് തോന്നി ഇന്ന് വലിയ എന്തോ വെയില് വരാനുള്ളതാണ്. ഇപ്പൊ നോക്കിയപ്പോ വെയിലാണ് കേസ് കൊച്ചില്. ഇതിപ്പോ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി 11 മണിയാകുമ്പോ നമുക്ക് സ്റ്റുഡിയോയിൽ എത്തണം, കാക്കനാട്ടിലെ സ്റ്റുഡിയോയില്. കാരണം ഇമ്മന്റെ ഡ്രസ്സ് ചെയ്ത് മാറ്റിക്കാനുണ്ട്. അപ്പൊ നാളാണ് പെരുന്നാൾ, ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേസ്. ഇന്ന് തന്നെ പോയിട്ട് മൊത്തം സെറ്റ് ആക്കണം. ഡ്യൂട്ടി എന്റെ വീഡിയോ ഒക്കെ നിൽക്കുന്നില്ല, ഡ്യൂട്ടി സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ചാറാവുന്നത്. ഇമ്മത് അവിടെ ഓരോ നോക്കുന്നുണ്ട്, നമുക്ക് ഡ്രസ്സ് വേണ്ട, വീട്ടിൽ നിന്ന് ഡ്രസ്സ് മതി പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത്. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇമ്മക്ക് ഇഷ്ടമില്ലാത്ത ഏതൊക്കെ ഡ്രസ്സ് വാങ്ങിയെന്ന് തോന്നുന്നു. വീട്ടിലുള്ള 3 ജോഡി. വെയിലാണ്. നമ്മള് വെബ്സൈറ്റ് കൂടി കേറിട്ടാണ് പോണേ. ഇതിങ്ങളെ കൂടെ നടന്നെനിക്ക് മടുത്ത് കൈസ്. കൊറേ ആയി നടക്കണ, ഇപ്പൊ ഇതാക്കണ കൊറേ ചുരിദാറുകളുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല രസം കേട്ടോ. സാരി ഡ്യൂട്ടി സാരി എടുത്താൽ പൊളിക്കും ഗൈസ്. താഴെ കമന്റ് ചെയ്യാം ഡ്യൂട്ടി സാരി എടുത്താൽ പൊളിക്കുമല്ലേന്ന്. മാറി നിൽക്കും. ഇമ്മ സെലക്ട് ചെയ്തോ? ഇമ്മ ഏതാ സെലക്ട് ചെയ്തേ? ഇമ്മ ഇവിടുന്ന് ഓടിക്കളിക്കുമ്പോ ഇവച്ച് ഫുള്ള് ഓടിക്കളിക്കാണ്. അത് കൊള്ളാം. ക്രേസി അമേസിങ്. പക്ഷെ പ്രൈസ് 3000 കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കാലും കൈയൊക്കെ വാങ്ങണം, മനസ്സിലായില്ല. ഒക്കെ സെപ്പറേറ്റാ. ഭയങ്കര സംഭവം. ഇമ്മ പിന്നെ ഇവിടെ ഓടി എത്തുന്നുണ്ട്. എന്ത് ചോദിക്കാനമ്മ? ഇഷ്ടമുള്ളത് നോക്കുക, വില നോക്കുക. ഇതിനൊക്കെ 3000. പക്ഷെ ഇതിന്റെ കാലും കൈക്കൊക്കെ വേറെ പ്രൈസാന്ന് തോന്നിട്ടാ. കാലും കൈക്കൊക്കെ വേറെ പ്രൈസാണ്. സീനാണല്ലോ അവിടെ. പിടിക്കുമോ? എനിക്കെന്താ വേറെ പണി ഇവിടെ? അവിടെ നോക്കി ഗസപ്പ് ഇതാക്കണ. ഈ വൈറ്റ് പറ്റുമെന്ന് ചോദിക്കേണ്ടത്. വൈറ്റ് അത്യാവശ്യം ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളമ്മ, രസമുണ്ട്. എനിക്ക് എന്താ തോന്നണേ? ഇട്ട് നോക്കിട്ട് എടുക്കാം. ഓക്കെ, രണ്ടും കൂടി വരുന്ന കണ്ടോ? ഒരു ഹായ് പറയുമ്പോ. അയ്യോ ഞാൻ കുഴങ്ങി കേസ്, ഞാൻ കുഴങ്ങി. ഈറ്റയുടെ രണ്ടാളും കൂടി കൊണ്ടിറങ്ങിയ നിനക്ക് ഡ്രസ്സിലേക്ക് ഇറങ്ങി. ഇമ്മ അതാക്കണ സാധനങ്ങളൊക്കെ അവിടെ നിലത്തി. എനിക്ക് വയ്യ കേസ്. കൊറേ അന്വേഷിച്ച് ഇമ്മക്ക് ഒരു ഡ്രസ്സ് കിട്ടി. ഫൈനലി അത് ബില്ല് ചെയ്ത്. ചെരുപ്പ് നോക്കുന്നുണ്ട്. പിന്നെ മൊത്തം ഇമ്മന്റെ ഡേ ആയിരുന്നു. ഇമ്മക്ക് കൊറേ ഡ്രസ്സ് വാങ്ങി, 5 ജോഡി ഡ്രസ്സ് വാങ്ങി, ചെരുപ്പ് വാങ്ങി. സോ പെരുന്നാക്ക് ഈ പെരുന്നാക്ക് ഇമ്മക്ക് തന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് ഡ്യൂട്ടിക്ക് ഒരു ടോപ്പ് എടുത്ത്. അതൊക്കെ മതി. നോക്കാൻ പറ്റില്ല. വീഡിയോ ആക്കണേ. അത്ര മതി എനിക്ക്. ഇത് സ്പെഷ്യൽ ഡേ ആയിട്ട് നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇന്ന് എത്തിയിട്ടുണ്ട്. ഡ്യൂട്ടിയുടെ സ്പെഷ്യൽ ഡ്രസ്. ഓ മൈ ഗോഡ്. ഡ്യൂട്ടി ഇതാക്കുന്ന സോഫന്റെ കളറിൽ അതേമാതിരി ഡ്രസ്സാണ് എടുത്ത് തട്ടൊക്കെ ഇട്ടിട്ട് മഞ്ചത്തി കൂട്ടി. ഡ്യൂട്ടിന്റെ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ കുഞ്ഞുമ്പോൾ. ലൈക്ക് ചെയ്യാൻ പറയാൻ എന്റെ കാണിച്ചു കൊടുക്കുക എന്റെ അടുത്ത്. ഞാൻ ഡ്യൂട്ടിയെക്കാട്ടിലും നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ജിമ്മിലൊക്കെ പോണം, നോമ്പ് കഴിഞ്ഞു കഴിച്ചു. ഫുള്ള് ഷർട്ടാണ്, ബട്ടണൊക്കെ ഊരിട്ട് കൂടുന്നുണ്ട്. ഇങ്ങനെ വരും. അപ്പൊ ഈ വീഡിയോ കാണുന്നത് എല്ലാവരും കിടക്കാച്ച് ഈദ് മുബാറക്. സോ നല്ല ചൂടുള്ള ഇതാണ്, പ്രാവശ്യം നല്ല ചൂടുള്ള ഇതാണ് കേസി. ബൈ ദ ബൈ, നമ്മൾ ഈ സാധനത ഇത്രയും ഒട്ടിച്ചു. ഞാൻ ഇതിന്റെ ഉള്ളിലത്തെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഇപ്പം കാണാൻ ഒരു വൃത്തിയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുമോളെ. ഇനി നമ്മൾ ഇതാക്കണം 100 ഓർഡർ ചെയ്തതിന്. ഇത് മൊത്തമായിട്ട് ഒട്ടിക്കുമ്പോൾ അതുപോലെ തന്നെ അവിടെ കുറെ സംഭവം അങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കും. ഓ മൈ ഗോഡ്, ബിരിയാണിക്കുള്ള ഡ്രസ്സല്ല, ഫുഡ് ഉണ്ടാക്കുന്നു. ഒന്ന് സഹായിച്ചു കൊടുത്തു കുഞ്ഞുമോളെ. രാവിലെ തന്നെ കുളിച്ചു മാറ്റി ഒരുങ്ങി നിൽക്കാണ്ട് ഇമ്മ അവളോട് ഉള്ളി അരിയാൻ പറഞ്ഞപ്പോ അവള് ഉള്ളി ഇമ്മ കട്ട് ചെയ്യാൻ പോകുമ്പോ ഇവിടെ കണ്ണേരി വെച്ച് മോളോട് പോയിട്ട് ഒരു പണി എടുക്കല. ചുമ്മാ വീട്ടിൽ ഇങ്ങനെ ചേരുന്നു. വാവ്, ഡ്യൂട്ടി ഈദ് മുബാറക് സ്റ്റാറ്റസ് ഇടുകയാണ് ഗൈസ്. എന്താണ് ടി വി എന്നുള്ള സാധനം എടുത്തിട്ട് നേരെ ഫോണിലേക്ക് ഇട്ടിട്ട് അമ്പാറ കോപ്പി ചെയ്ത്. ഉളുപ്പുണ്ടോ ഞങ്ങളെ? അടിപൊളിയല്ലേ, പിന്നെ ഒരു പോറുമില്ല. ഇവളെ സീരിയസ് ആയിട്ട് ഇരിപ്പ് കണ്ടപ്പോ വിചാരിച്ചു എന്തോ വലിയ സംഭവമായിരിക്കുന്നു. ഈ സാധനം ഇവളെ സാധനം ഗൈസ് ഉണ്ടാക്കുന്നത്.
എന്താണ് പരിപാടി, എന്താണ് സ്പെഷ്യൽ? ഞങ്ങൾ എങ്ങോട്ട് പോകാതെ വീട്ടിലിരിക്കുകയാണ്. കുറച്ച് ഞാൻ പുറത്ത് പോകുന്നുണ്ട്. അതിന് മുമ്പ് എനിക്ക് പെരുന്നാൾ പൈസ നമ്മളെ ഡോക്ടർ എനിക്ക് പെരുന്നാൾ പൈസ കിട്ടിയിട്ടില്ല. അത് ആദ്യം പറ. പെരുന്നാൾ പൈസ ഞാൻ ബാങ്കിൽ പോയി എടുക്കാൻ കഴിഞ്ഞ ചൂട് എനിക്ക് ബാങ്ക് വഴി ഇങ്ങോട്ട് ചെയ്താൽ മതി. ഞാൻ സ്കാനർ കാണിച്ചു, എനിക്ക് ഇങ്ങോട്ട് സ്കാൻ ചെയ്ത് അയച്ചാൽ മതി. പെരുന്നാൾ പൈസ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ക്യാഷ് ആയിട്ട് കിട്ടില്ല. എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ക്യാഷ് കയ്യിൽ കിട്ടിയാൽ മതി. QR സ്കാനർ നെഞ്ചത്തൊട്ടിച്ചൊരു കുടുംബക്കാരൊക്കെ പിന്നെ ഇതാക്കണ ഇമ്മ ഒരു സ്പെഷ്യൽ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫോക്കസ് ആവും. ഇതാണ് സാധനം, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. ഇവള് കുറെ കഴിച്ച് എന്നോടൊന്ന് വേണോന്ന് പോലും വേണ്ടല്ലോ. ഇവളിങ്ങനെ ഞാൻ TV കാണുമ്പോ ഇവള് എന്നിട്ട് ഞങ്ങൾക്ക് ഇത് വേണ്ടല്ലോ അറിയുമ്പോ TV ലയിച്ചിട്ട് ആന്ന് പറയും അപ്പോൾ അപ്പൊ ബാക്കി നിന്ന് നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പൈതാക്കണ ഉമ്മ ഇവിടെ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ട്ലൈറ്റ് ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങും. നല്ല അടിപൊളി കോഴിന്റെ കാലൊക്കെ ആയിട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇമ്മ ഈ ചട്ടിലേക്ക് എന്താ ഇടാൻ പോകുന്നത്? അപ്പൊ ഞാനാണ് കുക്ക് ചെയ്യുന്നത്. ഓയിൽ മാത്രം അയച്ചെടുക്കാണ്. ഇപ്പൊ ഞാൻ ഓയിൽ അയക്കിനെ കാണിച്ചാ കുണുകുണു കുണുകുണു എന്ന് പറഞ്ഞു വയ്ക്കും. ഓ മൈ ഗോഡ്, ഇത് പൊട്ടിട്ടില്ല. സോറി മോളെ, ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പരിപാടികളാണ്. നമ്മുടെ പോരാ, ഞാൻ പറഞ്ഞത് പോരാ, മതിയോ? എന്താണ് എല്ലാ ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഓക്കെ കുഞ്ഞുമോളെ, ഇതാണ് ഡ്യൂട്ടിയുടെ ഈദ് മുബാറക് ചെയ്ത് സ്പെഷ്യൽ ഡ്രസ്. ഓക്കെ, അപ്പൊ പെരുന്നാൾ പൈസ കൊടുത്തോളൂ, പെരുന്നാൾ പൈസ കൊടുത്തോളൂ. പെരുന്നാൾ പൈസ കൊടുക്കടാ. വീട്ടിൽ വരുന്നവരെല്ലാരും പെരുന്നാൾ പൈസ കൊടുക്കണം എന്നാ. വേഗം കൊടുത്തോ. പാവം കണ്ടില്ലേ, ഇപ്പൊ മനസ്സിലല്ലേ ആരും പൈസ കൊടുക്കാറില്ലാന്ന്. ഞാനും പാവം, ഞാനും പൈസ, ഞാൻ ഏറ്റവും പോലില്ല. ഇല്ലല്ല, ആരും ഏറ്റവും പോയില്ല, ആർക്കും പെരുന്നാൾ പൈസ വേണ്ട. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് കളിച്ചിട്ട് ബാക്കി പരിപാടി സ്റ്റാർട്ട് ആയിരിച്ച്. കുഞ്ഞു ഡോക്ടറും ഉള്ള ഒരു തമ്മിലുള്ള ഒരു മാച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ ഞാൻ ടച്ച് ഞാൻ പറയുമ്പോ ഓക്കെ, ഞാൻ പറയുമ്പോ ടച്ച് ചെയ്താൽ മതി. ഓക്കെ, ബോളോടെ വെച്ചോ, ബോളോടെ വെച്ചോളൂ, സെൻട്രൽ ബോൾ വെച്ചോളൂ. ഓക്കെ, ആരാണ് ഫസ്റ്റ് ടച്ച്? ആരാ ഫസ്റ്റ് ടച്ച്? ഓക്കെ, സോ റെഡി, 1 2 3 ഗോ. ഓക്കെ ഓക്കെ. ഓ ഓ ഓ, ഡ്യൂട്ടി മഞ്ഞാണ്, ഡ്യൂട്ടി ചുവപ്പാണ്, ഡോക്ടർ മഞ്ഞാണ്. അങ്ങനെ അടിച്ചടിച്ച് കളിക്കുന്നുണ്ട്. ഡോക്ടറിന്റെ കയ്യിലാണ് ഇപ്പം ബോള്. ഓ ഡ്യൂട്ടി അത് തടഞ്ഞു. ഇവിടെ അധികം എന്താ മോളെ, മനസ്സിലായോ? ഡ്യൂട്ടി വേറെ ലെവലാണ് മക്കളെ. അതെ, ബോൾ അവിടെ വെച്ചോളൂ. ഡ്യൂട്ടിന്റെ ടച്ചാണ് ആൻഡ് ഗോ. യെസ്, ഡോക്ടർ അത് ഗംഭീരമായിട്ട് തട്ടുന്നു. ബട്ട് ഡ്യൂട്ടി അത് ഡിഫെൻഡ് ചെയ്യുന്നു. ഡ്യൂട്ടി, ഡോക്ടർ ഡോക്ടർ ഡ്യൂട്ടി, ഡ്യൂട്ടി വീണ്ടും. അതെ അതെ. ഓ മൈ ഗോഡ്. ഓക്കെ, ഓ ഓ, എല്ലാ ബോളും അത് ഗോളല്ല, പുറത്തേക്ക് പോയാൽ ഗോളല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 1-1. ഡ്യൂട്ടി 7 ഗൈസ്. ഞാനൊന്ന് കണ്ണടിച്ച് തുറക്കുമ്പോൾ ഡ്യൂട്ടി 7 ഗോൾ അടിച്ച്, ഡോക്ടർ 1 ഗോള്, ഡോക്ടർ 1 ഗോള് ഗൈസ്. ഡോക്ടർ 1-9 ഗൈസ്. ഡ്യൂട്ടിക്ക് 9, എന്താ പറയാ, ഡോക്ടറിന് 1. ജയിച്ചാ? എന്താ ഡോക്ടറെ നാണം കെടുത്തി, എന്നെ നാണം കെടുത്തി. അടിപൊളി കളിച്ചല്ലേ? ഓക്കെ ഡ്യൂട്ടി, കൺഗ്രാറ്റ്സ്. ഓക്കെ, നൈസ്. അപ്പൊ ഇതാണ് ബിരിയാണി. സോ എന്താണ് ഇതിന്റെ പേര്? ചപ്പാത്തി. ചപ്പാത്തിയാ, ചപ്പാത്തി. ചപ്പാത്തി കഴിക്കുള്ളൂ. ആള് ഭയങ്കര ചപ്പാത്തി കഴിക്കുള്ളൂ. അപ്പൊ ഒരു ചപ്പാത്തി ഇടട്ടെ. അപ്പൊ ഒരു ചപ്പാത്തി ഇടും. പിന്നെ നമ്മൾ ഒരു പ്ലേറ്റ് അപ്പുറത്തിട്ടുണ്ട്. അത് കോപ്റ്ററിനാണ്. അൺഫോർച്ചുനേറ്റ്ലി കോപ്റ്റർ തൊട്ടപ്പുറത്ത് കോപ്റ്റർ വരാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് ഞാൻ തന്നെ കഴിക്കുന്നതാണ്. വീട്ടിൽ കഞ്ഞിയാണ് കഴിക്കുന്നത്. അതെ, അവൻ കഞ്ഞിയാണ്. അവൻ AC വാങ്ങിയത് അഹങ്കാരത്തില് ഫുൾ ടൈം AC ഇട്ട് റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് പനി പിടിച്ച് കഴിച്ചു. പിന്നെ അത്
പാല് പൊരിച്ചതാണ്, അത് എടുത്തോളൂ. പിന്നെ 1-2 സാധനങ്ങൾ വരാനുണ്ട്, നമുക്ക് കഴിക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് റെഡി? കുഞ്ഞുമോൾക്ക് വേണ്ട? എനിക്ക് വേണം. വേണ്ട? വേണ്ടെങ്കിൽ വേണ്ട. ഓ ഓക്കെ. എടാ ഞങ്ങൾ രണ്ടുപേരും 2 കാലെടുക്കുന്നു. സോ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു മ്ലാനതയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇതാക്കണ ടിവിയില് ഏതെങ്കിലും ഒരു എന്തായാലും പറയാം ഡോൾബി അറ്റ്മോസിന്റെ സാധനങ്ങളൊക്കെ ഇട്ട് നിൽക്കുകയാണ്. കുഞ്ഞുമോളെ ഒരു ടാറ്റ കൊടുക്കേ, പെരുന്നാൾ ഒരു ടാറ്റ കൊടുക്കേ. ഡ്യൂട്ടിക്ക് ഞാൻ പെരുന്നാൾ പൈസ കൊടുത്തിട്ട് ലക്ഷങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 ആളും കൊടുത്ത്. ഹാപ്പി അല്ലേ ഞങ്ങളെ? ഹാപ്പി അല്ലെങ്കിൽ പെരുന്നാൾ പൈസ കിട്ടാൻ ഞാൻ ഹാപ്പി ആവത്തില്ല. ഡ്യൂട്ടി അപ്പുറത്തെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ, നമ്മളെ ബിരിയാണി ഒക്കെ കൊണ്ടു കൊടുക്കാൻ ഭയങ്കര മടി. പുറത്ത് പോകാൻ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. എനിവേ വയ്യ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതിന്റെ ബാക്കി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ ബൈ ബൈ പറയൂ ഡോക്ടർ. ബൈ ബൈ. ഈദ് മുബാറക്. ബൈ.